ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഇന്ന് തുടങ്ങുവാണ്. എല്ലാ പ്രാവശ്യം വള്ളസദ്യ കഴിക്കുമെങ്കിലും അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണും. ഞങ്ങളുടെ നാട്ടിലെ കരയായ കോടയാട്ടുകര പള്ളിയോടത്തിന്റെ വള്ളസദ്യക്കാണ് ഞാൻ ഇന്ന് വന്നത്. അന്നദാന പ്രഭുവായ ഭഗവാൻ പാർത്ഥസാരഥിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ഈ വള്ളസദ്യ. 64 കൂട്ടം വിഭവങ്ങളാണ് കേട്ടോ ഈ സദ്യയിൽ ഉണ്ടാവുന്നത്. ഓരോ കരക്കാരുടെ തുടിപ്പും ആവേശവും ഒക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പള്ളിയോടങ്ങളിൽ, അതായത് ചുണ്ടൻ വള്ളങ്ങളിൽ എത്തുന്ന വള്ളക്കാരെ ആദരിച്ചാണ് ഈ സദ്യ നടത്തുന്നത്. വള്ളക്കാരെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണിത്. ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സദ്യാലയത്തിലേക്ക് പോകുന്നത്. തുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് വള്ളസദ്യയിൽ ഉണ്ടാവുന്ന വിഭവങ്ങൾ. സദ്യയുടെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ചടങ്ങ് അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. വള്ളപ്പാട്ടിലൂടെ പാടിയാണ് വിഭവങ്ങളൊക്കെ ചോദിക്കുന്നത്. നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരും സന്ദർശകരും ഒക്കെ ഈ അപൂർവമായ സദ്യ അനുഭവിക്കാൻ ഇവിടെ എത്താറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. തുടങ്ങിയ ദിവസം തന്നെ കഴിക്കാൻ, ചടങ്ങുകളൊക്കെ കാണാനും പറ്റിയതില്.